അക്ഷരക്കൂട്ടങ്ങളും കാർഷിക സമൃദ്ധി വിളിച്ചോതുന്ന റബ്ബർ തോട്ടങ്ങളും പ്രകൃതിയുടെ വശ്യതയുമൊഴുകുന്ന കായലുകളും കൈകോർക്കുന്ന നാട്. അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയം. കോട്ടയത്തിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ വികസന വിപ്ലവത്തിൻ്റെ വിസ്മയങ്ങൾ ദൃശ്യമാകും. അക്ഷരനഗരിയുടെ വികസന വിസ്മയ വിശേഷങ്ങളിലേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായ കോട്ടയം അക്ഷരനഗരി എന്ന പേരിൽ കേരളത്തിന്റെ അഭിമാനമായി മാറുമ്പോൾ വികസന വഴിയിലും ഖ്യാതി നിലനിർത്തിക്കൊണ്ടാണ് മുന്നേറ്റം തുടരുന്നത്. 5000 കോടി രൂപ ചെലവഴിച്ച് MC റോഡ് വികസനം സാധ്യമായതോടെ പുതിയൊരു കോട്ടയം എന്ന സ്വപ്നത്തിലേക്ക് നഗരം ചുവടുവച്ചു. വിദ്യാഭ്യാസ ആരോഗ്യ പശ്ചാത്തല മേഖല, കാർഷിക ടൂറിസം രംഗങ്ങളിലെല്ലാം കോട്ടയം തനതായ പദ്ധതി പ്രവർത്തനങ്ങളിലൂടെ കുതിപ്പ് തുടരുകയാണ്. ആധുനിക കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിലെ തിലകക്കുറിയായി കിബി മാറിയിരിക്കുകയാണ്. കോട്ടയത്തിന് പുതിയ പ്രതീക്ഷയാണ് MC റോഡ് 4 വരിയാകുന്നത്. കോട്ടയം നഗരത്തിലെത്തുമ്പോൾ നഗരത്തിന് ഒരു 4 വരി ബൈപ്പാസ്, അതായിരിക്കാം കോട്ടയത്തെ സംബന്ധിച്ച് ഏറ്റവും മാതൃകാപരമായിട്ടുള്ളത്. അത് സാധ്യമാകുന്ന വിധം എങ്ങനെയാണ് MC റോഡിൻ്റെ 4 വരി പാതയുടെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് LDFന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ഏതായാലും 5000 കോടിയിലേറെ രൂപ കിബി വഴി MC റോഡ് വികസനത്തിന് 4 വരിയാക്കാൻ മാറ്റിവെച്ചത് വളരെ അഭിമാനകരമാണ്. പുതിയൊരു കോട്ടയം സൃഷ്ടിക്കപ്പെടുന്നതിൽ അത് ചരിത്രപരമായ പങ്കുവഹിക്കും. കോട്ടയം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് 8.25 കോടി രൂപയും മറ്റ് വിദ്യാലയങ്ങളുടെ നവീകരണത്തിനായി 5 കോടിയിലേറെ തുകയും അനുവദിച്ചുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ സംസ്കാരം വളർത്തിയെടുക്കുവാനുള്ള പ്രയത്നങ്ങൾ പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നു. കോട്ടയത്തെ മാത്രമല്ല, സമീപ ജില്ലകളിലെ പോലും ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ നടത്തി ആതുര സേവന രംഗത്ത് മാതൃകയുടെ നേർക്കാഴ്ചയൊരുക്കിയത്. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയുടെ വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് 10 നില മന്ദിരം നിർമ്മിക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. 219 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. കേരളം പുത്തൻ പ്രതീക്ഷകളുമായി മാറ്റങ്ങളുടെ പുതിയ ലോകം സൃഷ്ടിക്കുമ്പോൾ കോട്ടയവും മാറുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാർ ചൂണ്ടിക്കാട്ടി. കോട്ടയം അസംബ്ലി മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ഒരു 10 കൊല്ലത്തിനിടയിൽ അവിടെ വന്ന മാറ്റങ്ങൾ, 1000 കോടിയിലേറെ രൂപയുടെ വികസനമാണ് അവിടെ നടന്നത്. കിബി പദ്ധതിയിലൂടെയാണ് കോട്ടയത്ത് ജില്ലാ ആശുപത്രിയിൽ 219 കോടി രൂപയുടെ 10 നില കെട്ടിടം ഉയരുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മണ്ണെടുപ്പിൻ്റെ തർക്കം മൂലം വൈകിപ്പിച്ചുവെങ്കിലും അവസാനം 1-ാം നില വാർക്കുന്നതിലേക്ക് എത്തി 2-ാം നിലയുടെ നിർമ്മാണത്തിലേക്കും കടക്കാനാകും ഉടൻ തന്നെ എന്ന പ്രതീക്ഷയാണ്. അതിനധികമായി വരുന്ന പണം എത്രയാണോ ആ പണം സംസ്ഥാന സർക്കാർ കിബി വഴി തന്നെ കൈകാര്യം ചെയ്യും എന്ന നിലയ്ക്ക് കിബിയുടെ ചുമതലക്കാരുമായി സംസാരിക്കാൻ ഇടവന്നു. അവരിത് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്.
റബ്ബർ കർഷകർ തിങ്ങിപ്പാർക്കുന്ന കോട്ടയത്ത് കർഷകക്ഷേമം ലക്ഷ്യമാക്കി റബ്ബർ പാർക്ക് എന്ന ആശയം നടപ്പാക്കുവാൻ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. മീനച്ചലാറിൽ നിന്ന് മണ്ണെടുത്ത് ആ മണ്ണുപയോഗിച്ചാണ് റബ്ബർ പാർക്കിന്റെ പ്രാരംഭഘട്ട നിർമ്മാണം നടത്തുന്നത്. മീനച്ചലാറിന്റെ മണ്ണെടുക്കുന്നതിലൂടെ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ കഴിയുമെന്നതും ശ്രദ്ധേയമാണ്. നാട്ടകം സിമന്റ് ഫാക്ടറിയുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയും പരിഗണനയിൽ സജീവമാണെന്നും അനിൽകുമാർ പറഞ്ഞു. കിബി എന്ന് പറയുമ്പോൾ ഈ കോട്ടയം മണ്ഡലം മാത്രമായിട്ട് ഒതുങ്ങാൻ പാടില്ല. ഇപ്പം 1990 കോടി രൂപയാണ് നമ്മുടെ ശബർ റെയിൽപാതയ്ക്ക് വരുന്നത്. അത് കോട്ടയം ജില്ലയ്ക്കുണ്ടാകുന്ന വികസന കുതിപ്പ്. എരുമേലി വിമാനത്താവളം കിബി ഇല്ലെങ്കിൽ സാധിക്കത്തില്ല. അത് കോട്ടയത്തുണ്ടാകുന്ന വികസന കുതിപ്പ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കിബി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹായിക്കുന്ന വിധം സർക്കാർ എടുക്കുന്ന മുൻകൈ. ഇപ്പോൾ കോട്ടയത്തേക്കുള്ള റബ്ബർ കർഷകർ ഉറ്റുനോക്കുന്നു. റബ്ബർ പാർക്ക് വെള്ളൂരിൽ റബ്ബർ പാർക്ക് പൂർത്തിയാകുന്നത് മീനച്ചിലാറ്റിലെ മണ്ണെടുത്ത് മാറ്റിയിട്ടാണ്. ഇപ്പം മീനച്ചിലാറ്റിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ മീനച്ചിലാറ്റിലെ മണ്ണെടുത്ത് മാറ്റി മീനച്ചിലാറ്റിന് വീതി കൂട്ടി ആ മണ്ണ് ഉപയോഗിച്ച് റബ്ബർ പാർക്ക് ഉയരുന്നു. കിബി വഴി പേപ്പർ ലിമിറ്റഡ് സർക്കാരിൻ്റെ സ്വന്തമായി അവിടെ ഇപ്പോൾ 1500 കോടി രൂപയുടെ പുതിയ പാക്കേജാണ് സംസ്ഥാന സർക്കാർ കിബി വഴി നടപ്പാക്കുന്നത്. നാട്ടകത്തെ സിമൻറ്റ് ഫാക്ടറി അതിൻ്റെ 2 ഘട്ട വികസനങ്ങളുടെ ഭാഗമായി കുറേയേറെ കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അതിൻ്റെ ലോഞ്ചിങ് അടക്കമുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സിമൻറ്റ് ഫാക്ടറിയെ പുനരുദ്ധരിക്കാനും സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് മുന്നോട്ട് പോവുകയാണ്. ഈ നിലയിൽ സംസ്ഥാന സർക്കാരും കിബിയും ചേർന്ന് ഈ കോട്ടയത്തിന് നല്ല പിന്തുണയാണ് നൽകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വികസന വേഗം ഉണ്ടാകണമെങ്കിൽ കേരളം മാറി കോട്ടയമാണ് മാറേണ്ടത്. ആ മാറ്റമുണ്ടാക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലും LDF നിലയ്ക്ക് നടത്തും. കോടിമതയിലെ സമാന്തര പാലത്തിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. പാലം പൂർത്തിയാകുന്നതോടെ ഗതാഗത കുരുക്കെന്ന ശാപത്തിൽ നിന്നും നഗരത്തിന് മോചനമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇടക്കാലത്ത് സ്തംഭിച്ച പാലം നിർമ്മാണം 12 കോടി രൂപ അധികമായി നൽകിയാണ് പുനർനിർമ്മാണം തുടങ്ങിയത്. നമ്മൾ പരിശോധിച്ചപ്പോൾ കോട്ടയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കിബിയുടെ ഒരു മുന്നേറ്റം ഉണ്ടായത് അക്ഷരമന്ദിരത്തിന്റെ നിർമ്മാണത്തിലാണ്. ആദ്യഘട്ടം നിർമ്മിച്ചു കഴിഞ്ഞു. 2-3 ഘട്ടങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പണം കിബി മാറ്റിവെച്ചിട്ടുണ്ട്. കോട്ടയം MC റോഡ് നടുവിൽ ഈ അക്ഷരമന്ദിരം കോട്ടയത്തിന് തെളിവുകുറിയാകും. ഈ നഗരത്തെ അക്ഷരനഗരമാക്കി മാറ്റുമ്പോൾ അക്ഷരമന്ദിരം വളരെ പ്രധാനപ്പെട്ടതാണ്. നഗരത്തിന്റെ ശാപമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ പൂവത്തുംമുട്ടിൽ കിണർ സ്ഥാപിച്ച് അവിടെ നിന്നും നാട്ടകം ഭാഗത്തേക്ക് പൈപ്പ് സ്ഥാപിക്കുവാൻ നടപടിയായി. പൈപ്പിടുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതിയാണ് ഇനി ലഭിക്കാനുള്ളതെന്നും അഡ്വക്കേറ്റ് K. അനിൽകുമാർ പറഞ്ഞു. 50 കോടി രൂപയാണ് കുടിവെള്ള വിതരണം സുഗമമാക്കുന്ന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നത്. 10 കൊല്ലം മുമ്പ് സ്ഥലം ഏറ്റെടുക്കാതെ പാലം മാത്രം പണിയാൻ ശ്രമിച്ചപ്പോൾ അത് സ്തംഭിക്കപ്പെട്ടു. കരാറുകാർ ഉപേക്ഷിച്ചു പോയി. ഏതാണ്ട് 12 കോടിയോളം രൂപ അധികം ചെലവ് ചെയ്തിട്ടാണ് കോട്ടയത്തെ ഓടുമത 2ാം പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാകുന്നത്. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നാട്ടകം കുടിവെള്ള പദ്ധതി. നമ്മുടെ അതിലേക്ക് ആവശ്യമായ വെള്ളം എടുക്കുന്നതിന് പൂവത്തുംമൂട്ടിൽ കിണർ സ്ഥാപിച്ച് പൈപ്പ് ലൈനുകൾ വലിച്ച് കോട്ടയത്തിപ്പോൾ നമ്മുടെ നാട്ടകം ഭാഗത്തുള്ള റോഡിലൂടെ ലൈൻ വലിക്കുന്നതിന് ആവശ്യമായ അനുവാദം നാഷണൽ ഹൈവേ അതോറിറ്റി തരാത്തതിൻ്റെ പ്രശ്നമാണ്. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം അത് പൂർണ്ണമാക്കാനാകും. എന്തായാലും കിബി ഇപ്പം അനുവദിച്ച സംഖ്യ തികയുന്നില്ല എന്നുള്ള വിവരമൊന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അധിക തുക അനുവദിക്കണമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടകത്തെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കും. BM&BC നിലവാരത്തിലേക്ക് റോഡുകളുടെ നവീകരണം സാധ്യമാക്കിയത് കേരളത്തിന്റെ വികസന കുതിപ്പിനൊപ്പം കോട്ടയവും ചേരുമ്പോൾ നഗരത്തിന്റെ നാനാഭാഗങ്ങളിലും വികസനം വിരുന്നെത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ മിക്കവാറും എല്ലാ റോഡുകളും
BMBC നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. റോഡുകളുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ് ഈ മണ്ഡലത്തിൽ റോഡ് നിർമ്മിക്കാൻ ബാക്കി എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഏതാണ്ട് 100% PWD തന്നെ അവരുടെ ഭാഗമായ റോഡുകൾ ഉയർന്ന നിലവാരത്തിൽ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം ഈ 5 കൊല്ലം കൊണ്ട് നടപ്പാക്കണം, 10 കൊല്ലത്തിനിടയിൽ പൂർത്തിയാക്കണമെന്ന് കണ്ടിരുന്നു. അത് അതിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇപ്പം നമുക്ക് അഭിമാനമാണ്. ജനമനസ്സുകളുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കോട്ടയത്തിന്റെ മണ്ണിൽ വികസനത്തിന്റെ വസന്തങ്ങൾ പൂത്തുലയുകയാണ്. അക്ഷരനഗരിയുടെ മനസ്സിലെ പ്രതീക്ഷകൾ തിരിച്ചറിഞ്ഞുകൊണ്ട്. കോട്ടയത്തിൻ്റെ മണ്ണിൽ വികസനത്തിൻ്റെ വസന്തങ്ങൾ പൂത്തുലയുകയാണ്. അക്ഷരനഗരിയുടെ മനസ്സിലെ പ്രതീക്ഷകൾ തിരിച്ചറിഞ്ഞുകൊണ്ട്. ആയിരത്തി 1957 രൂപീകൃതമായ മണ്ഡലമാണ് കുന്നത്തൂർ. കൊല്ലം, കുന്നത്തൂർ, പത്തനാപുരം, കരുനാഗപ്പള്ളി എന്നീ താലൂക്കുകളിലെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൻ്റെ വികസന വിശേഷങ്ങളിലേക്ക്. അയൽ മണ്ഡലങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന പദ്ധതികളാണ് കുന്നത്തൂരിൽ നടപ്പാക്കിയിരിക്കുന്നതെന്നത് ഏറെ സവിശേഷതയാണ്. അയൽ മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. 68 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് കുന്നത്തൂർ MLA ശ്രീ കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞു. നീലേശ്വരം, പുത്തൂർ, കുണ്ടറ, മുളവന, ചുറ്റുമല, മൺട്രോത്തുരുത്ത് റോഡ് 32.17 കോടി രൂപ ചെലവഴിച്ചാണ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നത്. കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. ആ 1000 കോടിയിൽ കിഫ്ബി പദ്ധതിയിലാണ് ഏറ്റവും കൂടുതൽ തുക ഈ മണ്ഡലത്തിൽ വിനിയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ചുറ്റുമല മാലുമേൽ റോഡ്, ആ റോഡെന്ന് പറയുന്നത് ചുറ്റുമല 3 മുക്ക് മുതൽ തുരുത്തിക്കര, നെടിയവിള ജംഗ്ഷൻ, 7-ാം മൈൽ ജംഗ്ഷൻ, പാലത്തിൻകടവ് പാലം, തെങ്ങമൻ ജംഗ്ഷൻ അവിടെ വരെ എത്തുന്ന റോഡ്. അതേപോലെ തന്നെ ദേവഗിരി, ഇടയ്ക്കാട് ചന്ത, ഇടയ്ക്കാട് ക്ഷേത്രം, പുളിന്തിട്ട മുക്ക്, ചക്കുവള്ളി, KCT മുക്ക്, പതാരം ജംഗ്ഷൻ, മാലുമേൽ കടവ്, പതാരം ജംഗ്ഷൻ, പള്ളിശ്ശേരിക്കൽ, അതേപോലെ തന്നെ പൊയ്കയിൽ മുക്ക്, ആഞ്ഞിലിമൂട്, കാരാളിമുക്ക്, കടവിട റോഡ്, കാരാളിമുക്ക്, വളഞ്ഞുവരമ്പ്, തോട്ടത്തിൽക്കടവ് റോഡ്. ഇങ്ങനെ കണക്റ്റായിട്ടാണ് കിഫ്ബി പദ്ധതിയിൽ 98 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത്. $9 കോടിയോളം രൂപ വിനിയോഗിച്ചുകൊണ്ട് മണ്ഡലത്തിലെ വിദ്യാലയങ്ങളെ ഹൈടെക്കായി ഉയർത്തുവാൻ കഴിഞ്ഞതായും MLA ചൂണ്ടിക്കാട്ടി. മിക്ക സ്കൂളുകളും ഹൈടെക് സംവിധാനത്തിലേക്ക് മാറുകയാണ്.
ചൂർനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് സംവിധാനത്തിലേക്ക് 5 കോടി തുക ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. പടിഞ്ഞാറക്കല്ലട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 2 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. മൺട്രോത്തുരുത്ത് പെരിങ്ങാലം ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പോരുവഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 3.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. മൈനാഗപ്പള്ളി കടപ്പ ഗവൺമെൻറ് HS 3 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു. ഒട്ടുമിക്ക സ്കൂളുകൾക്കും കമ്പ്യൂട്ടറും അതേപോലെ തന്നെ അനുബന്ധ ഘടകങ്ങളും അതേപോലെ തന്നെ ഓഡിറ്റോറിയങ്ങൾ കുട്ടികൾക്ക് നന്നായി പഠിക്കുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള ക്രമീകരണം നമ്മുടെ മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റേജുകൾ അതും പല സ്കൂളുകളിലായി നിർമ്മിച്ചിട്ടുണ്ട്. സ്കൂൾ ബസ്സുകൾ പല സ്കൂളുകൾക്കായി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 5 സ്കൂളുകൾക്കുള്ള സ്കൂൾ ബസ്സിൻ്റെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും 5 വർഷക്കാലം ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനമാണ് സൂചിപ്പിക്കുന്നത്. നാല് മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെറ്റുമുക്ക് താമരക്കുളം റോഡ്, 88 കോടി രൂപ ചെലവഴിച്ചുള്ള ചിറ്റുമലയിൽ നിന്നുള്ള മറ്റൊരു റോഡ് എന്നിവ വികസനത്തിന്റെ വേറിട്ട മുഖമായി മാറുകയാണ്. പാലങ്ങൾ നാടിന്റെ വികസനത്തിന് നിദാനമായി മാറുമ്പോൾ അതും മണ്ഡലത്തിൽ ഉയരുന്നുണ്ട്. ചേലക്കോട്ടുകുളങ്ങര വലിയ തറക്കടവ് പാലം 9.50 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചപ്പോൾ അത് വികസന വഴിയിലെ നാഴികക്കല്ലായി മാറി. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ എന്നീ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കണ്ണങ്കാട്ട് കടവ് പാലത്തിന് ഭരണാനുമതി ലഭിച്ചതായും MLA അറിയിച്ചു. മൺട്രോത്തുരുത്ത് കൊന്നയിൽ കടവ് ബ്രിഡ്ജ് 44 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ഊരാളങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണങ്കാട്ട് കടവ് പാലം അത് ഏകദേശം 52 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. അത് ഉടനെ ടെൻഡർ ചെയ്ത് അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നതാണ്. മൈനാഗപ്പള്ളി റെയിൽവേ മേൽപ്പാലം അത് ഏകദേശം 49 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. അത് ഉടനെ ടെൻഡർ നടപടി സ്വീകരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. ലാൻഡ് ഓണേഴ്സിന് മുഴുവൻ തുകയും അവിടുത്തെ ലാൻഡ് വാല്യൂ അനുസരിച്ച് മുഴുവൻ തുകയും ഈ ഘട്ടത്തിൽ കൊടുത്തു തീർത്തിരിക്കുകയാണ്. ശൂരനാട് CHSൽ 1 കോടി രൂപ വിനിയോഗിച്ച് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചതിലൂടെ ആതുര രംഗത്തിനും ഇത് പുത്തൻ ഉണർവായി മാറി. സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും മാറ്റത്തിന്റെ മാറ്റൊലി മുഴക്കിയാണ് കുന്നത്തൂർ മണ്ഡലം മാതൃകയായി മാറുന്നത്. സാമൂഹ്യാരോഗ്യ കേന്ദ്രം അത് പുതിയ കെട്ടിടം നമ്മുടെ KK ശൈലജ ടീച്ചർ വന്ന് അതിൻ്റെ നാടിന് സമർപ്പിക്കപ്പെടുകയുണ്ടായി. നമ്മുടെ ശൂരനാട് PH സെൻ്റർ അവിടെ 75 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നു. പുത്തനമ്പലം PHC അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തിലെ ആശുപത്രികൾ വളരെ മെച്ചപ്പെട്ട തലത്തിലേക്ക് മാറണം. നമ്മുടെ മള്ളനട PH സെൻ്റർ അതും പുതിയ കെട്ടിടം നമ്മുടെ നാടിന് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അത് നാടിന് സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയാണ്. നമ്മുടെ ഊരുവഴിയിലെ ആയുർവേദ ആശുപത്രി പുതിയ കെട്ടിടം
നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല. അതും ഉദ്ഘാടനം ഉടനെ തന്നെ നടക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കിഫ്ബി പദ്ധതിയിൽ നമ്മുടെ അസംബ്ലി മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. കുന്നത്തൂരിൽ വികസനം കുടചൂടിയെത്തുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റപ്പെടുകയാണ്. വികസന വഴിയിൽ ഇനിയുമേറെ നാഴികക്കല്ലായി ഉയരുവാൻ കുന്നത്തൂർ കാത്തിരിക്കുകയാണ്. കുന്നത്തൂരിൽ വികസനം കുടചൂടിയെത്തുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റപ്പെടുകയാണ്. വികസന വഴിയിൽ ഇനിയുമേറെ നാഴികക്കല്ലുകൾ ഉയരുവാൻ കുന്നത്തൂർ കാത്തിരിക്കുകയാണ്.